ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും നനച്ചുള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തോടെ കഴിഞ്ഞു കേട്ടോ. ഇന്ന് നമ്മളെ നോമ്പ് അടുക്കാനായി. അപ്പോൾ അടുക്കാനാകുമ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോഴൊരു എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ വൃത്തിയായിട്ടിരിക്കുന്നൊരു തോന്നുള്ളൂ. പിന്നെ എനിക്കധികം ചെയ്യാനും ഇല്ല കേട്ടോ. ഒരു റൂം, ഹാള്, അടുക്കള, ബാത്റൂം അത്ര തന്നെയുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ ലാസ്റ്റിക്ക് എത്തിച്ചത്. പിന്നെ കുറച്ച് തിരക്കുകളും അതുകൊണ്ട് പിന്നെ എനിക്ക് കുറച്ച് മടി വേറെ അതും കൂടിയുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇന്നങ്ങോട്ട് തീരുമാനമാക്കി. എല്ലാം കൂടി കഴിഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനത്തെ ചൂലുണ്ടെങ്കിൽ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ. നമുക്ക് അടിച്ചുപോലും ചെയ്യാം, മാറാലയൊക്കെ തട്ടാം. ജനലത്തെ പൊടിയൊക്കെ നമുക്ക് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഒപ്പം പൊടി അങ്ങോട്ട് വരും. ഇങ്ങനത്തെ ചൂലാവുമ്പോൾ മാറാലയൊക്കെ തട്ടാനും എളുപ്പമാണ് കേട്ടോ. കുറച്ച് നീളമുള്ളതുകൊണ്ട്. പിന്നെ ഒരു കസാരയിലൊന്ന് കയറി നിൽക്കണമെന്ന് മാത്രം. ഞാൻ ഹൈറ്റ് കുറവായതുകൊണ്ട് കസാരയിൽ കയറിയിട്ടാട്ടോ അപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ അധികമൊന്നുമില്ല, ഞാൻ ഈ ഇടയ്ക്കൊക്കെ തട്ടിയതായിരുന്നു. അതുകൊണ്ട് പിന്നെ അധികം മാറാലയൊന്നുമില്ല. പിന്നെ വാർപ്പായതുകൊണ്ട് അധികമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചൂലൊക്കെ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് മേലേക്കാക്കിയാൽ മാറാലയൊക്കെ തട്ടും. സുഖമാണ് കേട്ടോ അങ്ങനത്തെ ചൂലാകുമ്പോൾ, സാധാ ചൂലിനേക്കാളും. അതുപോലെ ജനലത്തെ കമ്പിത്തെ പൊടി എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നല്ല റോഡ് സൈഡായതുകൊണ്ട് തന്നെ പുറത്തുനിന്നൊക്കെ നല്ല പൊടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തട്ടാനായിട്ട് ഇത് നല്ല ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിട്ടോ ഈ ചൂല്. പിന്നെ ഇതേപോലെ നമ്മുടെ വാതിലിലൊക്കെ ഇടയിലൊക്കെ ചെറിയ മാറാലയൊക്കെ തൂങ്ങുമല്ലോ, അതൊക്കെ ഇങ്ങനെ ഇതേപോലെ ഈ ചൂലും കൊണ്ട് ഇങ്ങനെ തട്ടാം കേട്ടോ. പിന്നെ നമ്മളൊക്കെ വീട്ടിലൊക്കെ നമ്മുടെ ഈ ഈള് ചൂലില്ലേ, അങ്ങനത്തെ തന്നെ ഉപയോഗിക്കാറ്, ഈളും കോലുള്ള ചൂല്. അതുകൊണ്ട് ഒരു തട്ടലാണ്, ചറപറ എന്ന് പറഞ്ഞിട്ട് കുറേ മാറാലയും വീഴും, കുറേ ഈളും പൊട്ടി മുറിഞ്ഞിട്ട് വീഴും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, വലിയ വീടുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നുണ്ടാവും അല്ലേ? ചിലവരൊക്കെ പണിക്കാരൊക്കെ ഉണ്ടാവും, ചിലവർ അവരവർ തന്നെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഏറ്റവും പണിയുള്ളത് ഈ വാതിലും ജനലൊക്കെ തുടയ്ക്കണതാണ്. നമ്മൾ മാറാലൊക്കെ എളുപ്പത്തിൽ തട്ടാം, പക്ഷേ തുടയ്ക്കണതാണ് ഏറ്റവും വലിയ പണിയില്ലേ. പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ സിമ്പിൾ കറിയും അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് മടുപ്പ് തോന്നില്ല. പിന്നെ ഒരുപാടായിട്ട് കറിയും എല്ലാം ചോറും കറിയൊക്കെ വെക്കാൻ നിന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിൾ കറിയൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടിയിട്ട് വെക്കുക. അപ്പോൾ ഞാനിന്ന് സിമ്പിൾ കറിയൊക്കെയാണ് വെച്ചത്. പിന്നെ ഇത് 2 ദിവസത്തെ വീഡിയോ കൂട്ടി ചേർത്ത് സെറ്റാക്കി വെച്ചാണ് കേട്ടോ. അങ്ങനെ ഞാൻ വാതിലിലെ ഫ്രണ്ടും ബാക്കിലത്തെയൊക്കെ പൊടികൾ തട്ടി, അതേപോലെ കട്ടിലുണ്ടല്ലോ കട്ടിൽപ്പടി, അവിടത്തെയൊക്കെ പൊടികളൊക്കെ തട്ടിട്ടോ. പിന്നെ 2 വാതിൽ തന്നെയുള്ളൂ, റൂമിലും ഹാളിലും. അതൊക്കെ ചെയ്തു. പിന്നെ റൂമത്തെയും ഹാളത്തെയും ഒക്കെ അടുക്കളയത്തെ എല്ലായിടത്തെയും ജനലത്തൊക്കെ തടിച്ചു. അതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടി. അപ്പം മാറാലയൊക്കെ റൂമത്തെ എല്ലായിടത്തെയൊക്കെ തട്ടിട്ടോ. അപ്പോൾ റൂമിൽ നമുക്കിനി ജനലത്തെ ഈ സംഭവങ്ങളൊക്കെ അഴിക്കണം. അപ്പോൾ റോഡ് സൈഡായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നിഴലടിക്കും കേട്ടോ, പുറത്തേക്ക് വേഗമൊക്കെ കാണും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 2 എണ്ണമൊക്കെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വലിയ അടിക്ക് സാരിയൊക്കെ വെട്ടി കർട്ടനൊക്കെ അടിച്ചാട്ടോ. ഞാൻ അടിച്ച കർട്ടനാണ് ഈ പച്ച കളറിൽ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നൈസായിട്ടുള്ള തുണിയല്ലേ, അതുകൊണ്ട് നല്ല ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പഴയ ഒരു ഇതുണ്ടായിരുന്നു, അങ്ങനെ ബെഡ്ഷീറ്റ് അത് വെച്ചാട്ടോ. പിന്നെ ചിലവിടെയൊക്കെ ഈ മയിൽപ്പീലി വയ്ക്കും പാടില്ല എന്നൊക്കെ പറയുന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ ആ ഒരു ഭംഗി കണ്ടിട്ട് വെച്ചാട്ടോ അത് മാറ്റാണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ജനൽ തുടയ്ക്കൊന്ന് തട്ട് നല്ല പൊടി ഉണ്ടാവും. കാരണം ഇതങ്ങനെ തുറക്കാറില്ല, മേലത്തെ ജനൽ മാത്രമേ തുറക്കാറുള്ളൂ, ആ നടുവിലത്തെ ജനൽ മാത്രം. ബാക്കിയൊക്കെ അങ്ങനെ അടച്ചിടുക. കാരണം റോഡ് സൈഡിലെ മേലെയാണ്, അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് നോക്കി നേരെ കാണും. നമ്മൾ പെട്ടെന്നൊക്കെ നമ്മൾ അതേപോലെ ഓർമ്മയില്ലാണ്ട് ഇങ്ങനെ ഡ്രസ്സ് മാറാനൊക്കെ കയറുമല്ലോ. അതുകൊണ്ട് പിന്നെ രാത്രിക്ക് അതുപോലെ ലൈറ്റ് ഇട്ടാൽ വേഗം കേട്ടോ. അതുകൊണ്ട് ഇതിലൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തുറന്നിട്ടും അങ്ങനെയൊക്കെ എല്ലാവിടെയും തട്ടി, മാറാലയൊക്കെ അതിലത്തെയൊക്കെ തട്ടി. അധികമൊന്നും നമുക്ക് തട്ടാൻ പറ്റില്ല, അപ്പുറത്തെ സൈഡൊന്നും പോകാൻ പറ്റില്ല നമുക്ക് നടന്നിട്ട്. അരികിൽ കൂടെ പോകാനൊന്നും പറ്റില്ല കേട്ടോ. നമുക്ക് ഇവിടെ റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ജനൽ തുടയ്ക്കലേ ഉള്ളൂ, ഫുള്ള് വൃത്തിയാക്കാനൊന്നും നമുക്ക് സഹായിക്കില്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ തട്ടിയിട്ട് ഇതേപോലെ വെള്ളം നനച്ചിട്ട് പഴയ ഒരു തോർത്തുണ്ടായിരുന്നു, അതുകൊണ്ട് നല്ലതായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പൊടിയൊക്കെ നമ്മുടെ ഈ ജനൽ കമ്പിയിലൊക്കെ ഉണ്ടാവുമല്ലോ, പുറത്തുനിന്നൊക്കെ ആയതുകൊണ്ട് തന്നെ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ അതൊക്കെ തുടച്ചു. പിന്നെ ഏറ്റവും പണി എന്ന് പറഞ്ഞാൽ ഈ ജനൽ തുടയ്ക്കലല്ലേ, നനച്ചുള്ളിൽ ഏറ്റവും വലിയ പണി. പിന്നെ വീട്ടിലൊക്കെ ആകുമ്പോൾ ആദ്യമൊക്കെ ചെറുപ്പത്ത്
നമ്മളെ മറ്റേ റൂമിൽ ഞാൻ തുടക്കി, ഈ റൂമിൽ നീ തുടക്കി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അടിയായിരുന്നു കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെയാണ് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ ആലോചിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ നോക്കിയിട്ടിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇതിൽ ഇങ്ങനെ പോയിക്കോളൂ കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ഓണാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്തൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്താണെങ്കിൽ തീർന്നു. 3 അടിയിലൊക്കെ കമ്പിയാണെങ്കിൽ ജനലൊക്കെ ആണെങ്കിൽ ഭയങ്കര പണിയാണ്. പക്ഷേ ഇത് കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അത്ര പണിയില്ല കേട്ടോ. ഞങ്ങളിവിടെ വന്നിട്ട് 1 വർഷമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റത്തെ നോമ്പിന് അധികം ചെയ്യേണ്ടി വന്നില്ല. പുതിയ ഒരു ഫ്ലാറ്റായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ നനച്ചുളി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവിടെയും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനലത്തെയൊക്കെ പൊടിയൊക്കെ തുടച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 2 റൂമത്തെ 2 ജനലുണ്ട്, ആ 2 നമ്മൾ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. കണ്ടില്ല, എന്നാൽ പളപളാന്ന് തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജനലൊക്കെ 2ഉം വൃത്തിയാക്കി. പിന്നെ വാതിൽ ഉണ്ടായിരുന്ന 2 ഞാൻ തുടച്ചു കേട്ടോ, വാതിലും തുടച്ചു. അപ്പോൾ അതാ ചിലവർ ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ. വാതിൽ തുടയ്ക്കൽ ചിലവരൊന്നും തുടയ്ക്കില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ഇങ്ങനെ വാതിലൊക്കെ തുടയ്ക്കും. പിന്നെ ജനലെല്ലാവരും തുടയ്ക്കും തോന്നുന്നുണ്ട്. വാതിൽ മരത്തിൻ്റെയൊക്കെ തുടയ്ക്കുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ തുടയ്ക്കും കേട്ടോ. അപ്പോൾ ഞാനിടയ്ക്ക് വെള്ളം മാറ്റി തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ആ തുടച്ച അതേതുകൊണ്ട് തുടയ്ക്കണമല്ല, വെള്ളം മാറ്റിയിട്ട് തന്നെയാണ് തുടയ്ക്കുന്നത്. ഞാൻ ഇടയിൽ പറയുന്നതൊക്കെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. പെട്ടെന്ന് വോയിസ് കൊടുക്കണതാണ്. പിന്നെ ഇന്നത്തെ നനച്ചുളി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം വൈകി, അതാണ് വീഡിയോ ഇടാനും വൈകിയത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഈ സമയത്തല്ല വീഡിയോ ഇടാറ്, എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അപ്പോൾ അവിടെ ജനലത്തൊക്കെ പൊടി തുടച്ചു, അതേപോലെ നമ്മുടെ വാതിലെടുത്ത് പൊടിയൊക്കെ തുടച്ചു കേട്ടോ. ഇപ്പോൾ വലിയ വീടൊക്കെയുള്ളവർ അധികവും ഇത്ര വൈകാതെ ഓരോ ദിവസം ഓരോ റൂമൊക്കെ ആയിട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. എനിക്ക് പിന്നെ അത്രയും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ തീരും. അപ്പോൾ പിന്നെ ഇതിനായിട്ട് നമ്മൾ ഒരു സമയമൊന്നും വെക്കണ്ട, നമുക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പം ചെയ്യുക. അങ്ങനെയാകുമ്പോൾ വലിയ മടുപ്പ് തോന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വാതിലൊടയ്ക്കലും ജനൽ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. 2 വാതിലും തുടച്ചിട്ടുണ്ട്. ഇപ്പം നല്ല ചന്തമുണ്ട് കാണാനായിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുപ്പി പാത്രങ്ങൾ എല്ലാം കൂടിയിട്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ പാത്രങ്ങൾ കൊണ്ടുവന്ന് കഴുകി വെക്കണം. ഞങ്ങൾക്ക് മേലെ കൊണ്ടുവന്ന് വയ്ക്കണം കേട്ടോ, അതാണ് ഏറ്റവും വലിയ പണി. അപ്പോൾ ചെറിയ പാത്രങ്ങളിലെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതേപോലെ ന്യൂസ് പേപ്പറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴുകി ഉണക്കിയിട്ട് ഇതൊക്കെ കൊട്ടി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴുകിയിട്ട് മേലെ കൊണ്ടുപോയിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയത്തെ ആ പരിപാടിയൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുക്കള വൃത്തിയാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അടുക്കള ജനലൊക്കെ തുടച്ച് വെച്ചിട്ടുണ്ട്, ജനലൊക്കെ തുടച്ച് പൊടിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വീതനയും അതേപോലെ ആ ജനലിൻ്റെ താഴെയുള്ള ഇതില്ല ചുമരുണ്ടല്ലോ, ടൈൽസിൻ്റെ ചുമര്, അതും കൂടി നമുക്കൊന്ന് എന്നും ചെയ്യണ തന്നെയാണ്. പക്ഷേ സോപ്പിട്ട് കഴുകലൊക്കെ സിങ്കിൻ്റെ ആ ഭാഗത്തുള്ള തന്നെ സോപ്പിട്ടൊക്കെ കഴുകാറുള്ളൂ, അധികവും കഴുകാറില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോപ്പിട്ടൊന്ന് അരച്ചങ്ങട് നമുക്ക് തിളങ്ങിയെടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ലേസോളൊക്കെ ഒഴിച്ചിട്ട് എന്താണ് പറയുക, ദയാദാക്ഷിണ്യമൊന്നുമില്ല, അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വൃത്തിയാക്കി കിട്ടണമല്ലോ. അല്ലെങ്കിൽ ഞാൻ അതിൽ 1 ലോഡ് വെള്ളം ഒഴിച്ചിട്ടാട്ടോ, കുറച്ച് ലേസോൾ എടുത്തിട്ട് 1 ലോഡ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുക്കാറ്. എൻ്റെ മുൻപത്തെ ഞാനൊരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇട്ടതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാ അങ്ങനെ കുറച്ച് ലേസോളും പിന്നെ നമ്മൾ പാത്രം കഴുകണ ലിക്വിഡ് എടുത്തിട്ട് തേച്ചൊരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് പല ഭാവങ്ങളും മിന്നി മറിയുന്നുണ്ട്. ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ഓരോ ഭാവങ്ങൾ വരികയാണ് കേട്ടോ. ഇതിനായിട്ട് നമുക്ക് എക്സ്പ്രഷൻ ഇടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ട് ചുമരും അതേപോലെ നമ്മുടെ താഴ്ഭാഗവും നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീതനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ താഴെ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ മേലെ കയറ്റി വയ്ക്കാൻ. അത് അതിനേക്കാളും വലിയ പണി. സാധനങ്ങളൊക്കെ കുറച്ചേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും, പക്ഷെ നമ്മൾ ഒതുക്കി വെക്കുമ്പോഴാണ് നമുക്കത് ഒരുപാടുണ്ടല്ലോ എന്ന് അറിയുക കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് സാധനങ്ങളൊക്കെ ഒന്നുമില്ല, കുറവാണെന്ന്. പക്ഷെ നമ്മൾ ഒതുക്കി വെക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളായിട്ട് തോന്നും. പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും വല്ലാണ്ട് കഴുകാനൊന്നുമില്ല, കാരണം ഡെയിലി നമ്മളൊന്ന് എണ്ണയൊക്കെ ഉരച്ച് ഇതേപോലെ കഴുകണ തന്നെയാണ്. പിന്നെ ഈ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് ഉരച്ച് കൊടുക്കേണ്ട, എണ്ണമയമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉരച്ച് കൊടുത്ത് 2-3 വട്ടം തുടച്ചപ്പോൾ നമ്മുടെ ഇതൊക്കെ ക്ലീനായി കിടക്കണം. ഈ സിങ്കിൽ അല്ലാതെ ചില്ലറ കുപ്പിയും പാത്രങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ കഴുകാനായിട്ട്. അപ്പോൾ നമ്മുടെ പളപളാന്ന് മിന്നുന്ന കണ്ടില്ലേ, ആഹാ എന്ത് ചന്താണ് ഇപ്പോൾ കാണാൻ. അപ്പോൾ അങ്ങനെ ഒരുവിധം
ഒരുവിധം അല്ല എല്ലാം ഞാൻ എടുത്തിട്ടില്ല. എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. നനച്ചുളി അങ്ങനെ ഏകദേശമൊക്കെ കഴിഞ്ഞു. മുഴുവനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ പണികളൊക്കെ കറപറായിട്ടുള്ള പണികളല്ലേ. അപ്പോൾ വീഡിയോ അങ്ങനെ ഫുള്ളും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.